ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്താ നിങ്ങളൊക്കെ വിശേഷങ്ങൾ? സുഖമല്ലേ? അപ്പോൾ നമ്മളിവിടെ സുഖമായിട്ടിരിക്കണു, അൽഹംദുലില്ലാ. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് പണികളുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് തീർത്തിട്ടേ കുറേ ദിവസമായി അകമൊക്കെ ഒന്ന് ഉരച്ച് കഴുകിയിട്ട്. അപ്പോൾ ആ പണിയൊന്നും എടുക്കണം എന്ന് കരുതിക്കാണ്ട് ഡൈനിങ് ഹാളിലൊന്ന് വൃത്തിയാക്കണം. കുറേ ദിവസമായി കരുതണം കേട്ടോ. ഒന്നും വലിച്ചു പോരുന്നല്ലാതെ ഒക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയല്ലേ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കമ്പിച്ചണ്ടിയും ചൂലൊക്കെ ഇട്ടുകാണ്ട് ഒന്ന് ഉരച്ച് കഴുകണം. സാബും പൊടിയും ഡെറ്റോളൊക്കെ ഇട്ടുകാണ്ട് കേട്ടോ. എപ്പോഴും മൂത്രമൊഴിക്കണമൊക്കെ അല്ലേ കുട്ടികൾ. അപ്പോൾ ഒന്ന് തുടച്ച് വൃത്തിയാക്കലുണ്ട്. എന്നാലും ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട്, ഒന്നരാടോ ഒരാഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നു. അപ്പം ഇന്ന് ഡൈനിങ് ഹാൾ ഒന്ന് കുറേ ദിവസമായി ഞാൻ മനസ്സിൽ വെക്കണം കേട്ടോ. അപ്പം ഇന്ന് എന്തായാലും പെട്ടെന്ന് പണികൾ തീർക്കട്ടെ എത്തി. കുറേ ദിവസമായി മീൻ വന്നിട്ട് കേട്ടോ. ട്രോളിംഗ് ഒക്കെയാണ് തോന്നുന്നു. അപ്പം ഇന്ന് മീൻ വന്നിട്ടുണ്ട്. അപ്പം ലേസം ബത്തലൊക്കെ വാങ്ങി വേഗം പൊരിച്ച് അപ്പം മുരിങ്ങയും പരിപ്പും ചക്കക്കുരു ഇട്ടുകാണ്ട് ഒരു നല്ലൊരു തേങ്ങ അരച്ച കറി ഉണ്ടാക്കാമെന്ന് കരുതിക്കാണ്ടേ. അപ്പം നോക്കുമ്പോൾ ചക്കക്കുരു ഇല്ല കേട്ടോ. കുട്ടികൾ ചക്കയൊക്കെ തിന്നുകാണ്ട് ചക്കക്കുരു വലിച്ചെറിഞ്ഞിട്ടേ ഞാൻ പാത്തച്ചാലും പിന്നെ അത് വലിച്ചെറിയും കാക്കു കാണുമ്പോൾ കേട്ടോ. ഈ ബേബിയാൾ എടുത്ത് തിന്നും കരുതിക്കാണ്ട്. അപ്പം ഒന്ന് തേങ്ങ പൊളിച്ചട്ടെ നോക്കിയപ്പോൾ ആരും ഇല്ലല്ലോ തേങ്ങ പൊളിച്ചരാൻ. എനിക്കാണെങ്കിൽ അയിമ പൊളിച്ചാൻ ഭയങ്കര ഗതിയേടാ കത്തിയോണ്ട് കേട്ടോ. രണ്ടും കൽപ്പിച്ച് കണ്ട് പൊളിച്ച് വലിച്ചെണ്ണം എടുത്തു. നമ്മളെ പാര നന്നാക്കിയിട്ടില്ല കേട്ടോ. ഇനി വേഗം തേങ്ങ ചേരണ്ടട്ടെ. നമ്മളെങ്ങനെ ചക്കക്കുരും പരിപ്പൊക്കെ ഇട്ടുകാണ്ട് കറി വെക്കലെന്ന് ഒന്ന് കാണിച്ചു തരട്ടെ ഞാൻ. അപ്പം അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ കുക്കറിൽ പരിപ്പും തക്കാളിയും 2 വെളുത്തുള്ളിപ്പോണിയും തുള്ളി പെരിഞ്ചീരം ഉണ്ടെങ്കിൽ അത് ഇട്ടോളി കേട്ടോ. ലേസം മഞ്ഞപ്പൊടി മുളകും പൊടിയും പച്ചമുളകും ഇട്ടുകാണ്ട് തുള്ളി വെള്ളവും പാർന്നുകാണ്ട് ആണ് തീമത്ത് വെച്ചിരുന്നു. 2-3 കൂക്കാക്കിയപ്പോൾ ഒന്നെണ്ണം ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേഗം തേങ്ങ ചിരണ്ടട്ടെ. ചക്കക്കുരു ഉണ്ടെങ്കിൽ അപ്പം തന്നെ തൊലിച്ചിട്ടോണ്ടി കേട്ടോ. എൻ്റെ അടുത്ത് ചക്കക്കുരു ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചക്കക്കുരു ഇട്ടാലും നല്ല രസമാണല്ലോ. പരിപ്പും ചക്കക്കുരും മുരിങ്ങക്കായും ഭയങ്കര രസമാണ് കേട്ടോ. ചിലവർ പുളിയൊക്കെ പിഴിയും കേട്ടോ. ഞാൻ പുളിയൊന്നും പിയലില്ല. തക്കാളി കഷ്ണമാണ് ഇടൽ കേട്ടോ. പുളി പിഴിഞ്ഞാൽ പിന്നെ അതൊരു കറിക്കൊരു ഇതുണ്ടാവില്ല എന്ന് കാക്കും ഇങ്ങനെ പറയും. അപ്പോൾ അതാക്കണ 2 ഇല്ലി മുരിങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഷെയ്മോളുണ്ട് ഇവിടെ നിന്ന് ഞായറാഴ്ചയല്ലേ. അപ്പോൾ ഷെയ്മോളോട് ഞാൻ പറഞ്ഞു അപ്പുറത്തുനിന്ന് 2 ഇല്ലി മുരിങ്ങ പറിച്ചുകൊണ്ടുവരുകയായിരുന്നു. കണ്ടപ്പോൾ തന്നെ ഷെയ്മോൾ പറഞ്ഞു നിങ്ങളെ മുരിങ്ങക്കറി കാട്ടി കൊടുക്കണം മോയിച്ചിട്ട്. അല്ല അടിപൊളി കറി കാണിച്ചു കൊടുക്കുകയാണ് കാരണം. അപ്പോൾ അതാക്കണം കേട്ടോ. കുക്കർക്ക് ഞാൻ തേങ്ങ അരച്ച് പാർന്നിട്ടുണ്ട്. തേങ്ങയ്ക്ക് ഞാൻ പ്രത്യേകിച്ച് ഒന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ തുള്ളി എണ്ണയിൽ ചെറിയ ഉള്ളി നല്ലോണം തൂമിച്ച് കണ്ട് പാരുക കേട്ടോ. ചിലവർ വറവിടും ചിലവർ വറവിടൂല. ഞാനൊന്ന് തുള്ളി വറവിടും കേട്ടോ. ഒരു ചെറിയൊരു എണ്ണമായ അല്ലാഞ്ഞാൽ അതൊരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതാക്കണം കേട്ടോ. ഞാൻ നന്നായിട്ട് ഉള്ളി ഒന്നാണ് വഴറ്റിക്കാണ്ടേ. അപ്പം അതിൻ്റെ മുന്നേ ഞാൻ മുരിങ്ങയൊക്കെ വൃത്തിയാക്കി കഴുകി വെച്ചിരുന്നു കേട്ടോ. സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അതാണ് കഴുകി വൃത്തിയാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അയിക്കിട്ടുകാണ്ട് ഒന്നും ഇളക്കിക്കുക കേട്ടോ. തേങ്ങ പാർന്നതല്ലേ. തേങ്ങ കൂടുതൽ തിളപ്പിക്കാനൊന്നും പറ്റൂല. പിന്നെ മുരിങ്ങക്ക് അധികം വേവില്ലല്ലോ. ഒന്നും തിളച്ചാൽ മതി. ആ തേങ്ങ ഒന്നാണ് തിളക്കണീൻ്റെ ഒപ്പം ഒന്നാണ് മുരിങ്ങയും തിളച്ചാൽ മുരിങ്ങ വേവ് കേട്ടോ. അപ്പോൾ അതാക്കണ ഉള്ളി അയിക്കിട്ടിട്ടുണ്ട്. കരിയേപ്പം ഒന്നും ഇടൂല കേട്ടോ. ചെറിയ ഉള്ളി മാത്രം. അപ്പം ഞാൻ അയക്ക് കൊള്ളായിട്ടേ ഒരു ചട്ടിക്ക് ഇട്ടുകാണ്ട് അതാണ് തീമത്ത് വെച്ചു കേട്ടോ. ഒന്നും ചെറിയ ചൂടായപ്പോൾ തന്നെ ഞാനാണ് ഓഫാക്കിയിട്ടു. ഒറ്റ തള തളിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ ഷെയ്മോള് പുറത്തൊക്കെ അടിച്ചു വരികാണ്ട് അടിച്ചു വരാൻ വന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഞാൻ ബേബിയാളി ഉറക്കി അതിൻ്റെ അടിയിൽ കൂടെ കേട്ടോ. സാബുവും പൊടിയാണ് കേട്ടോ. ആദ്യം ഒന്നാണ് വിതറിയത് ഞാൻ. എന്നിട്ട് വെള്ളം നല്ലോണം ഒന്നങ്ങോട്ട് കുലുക്കിക്കാണ്ട് പാർന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടല. ഒന്നും വലിച്ചു തുടക്കലല്ലേ നമ്മൾ. അപ്പം അതിന് നിന്നിട്ടില്ല കേട്ടോ. ഇനി നല്ലോണം നമ്മളെ ചൂലുകൊണ്ട് നല്ലോണം ഒന്നാണ് പതപ്പിച്ചെടുക്കട്ടെ കേട്ടോ. നല്ലോണം സാബുവും പൊടി ഇടലില്ല ഞാൻ. എന്താ വെച്ചാൽ നല്ലോണം സാബും പൊടി ഇട്ടാൽ പിന്നെ കണ്ടമാനം വെള്ളം പാരണം. വെള്ളം പാർന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ പാടെ 4 മൂലയ്ക്കും പോകില്ലേ. 4 റൂമുക്കും പോയാൽ വൃത്തിയേടാവും. അപ്പം ഞാൻ ആ പരിപാടി എടുക്കലില്ല കേട്ടോ. ഓരോ റൂം മാത്രം ഞാൻ സാബും പൊടി ഇട്ടുകാണ്ട് കഴുകൽ. മറ്റേത് ഞാൻ തുടച്ചെടുക്കുള്ളൂ കേട്ടോ. ഇനി നാളെ ആ റൂമും കഴുകണം, മറ്റന്നാളെ മറ്റേ റൂമും കഴുകണം. അങ്ങനെയൊക്കെ കാട്ടലാണ്. അപ്പോൾ അതാക്കണ് കമ്പിച്ചണ്ടി ഇട്ടുകാണ്ട് ഞാൻ ആ കുണ്ടും കുജൊക്കെ ഒന്നാണ് വൃത്തിയാക്കട്ടെ കേട്ടോ. കുട്ടികൾ മൂത്രം ഒഴിക്കുമ്പോഴൊക്കെ എപ്പോഴൊന്നും നമ്മൾ പാമ്പേഴ്സ് ഇട്ട് കൊടുക്കൂലല്ലോ. കുഞ്ഞു കുട്ടികളല്ലേ നിങ്ങളെ വീട്ടിലൊക്കെ അല്ലേ കുട്ടികൾ. അപ്പോൾ അങ്ങനെ മൂത്രമൊക്കെ അപ്പിടൊക്കെ ആകുമ്പോഴേ നമ്മളവിടെ വൃത്തിയായി തുടച്ചാലും ഒന്നും നന്നാവില്ല. അപ്പോൾ ഒന്ന് കമ്പിച്ചണ്ടിയൊക്കെ ഇട്ടുകാണ്ട് ഒന്നാണ് വൃത്തിയിൽ ഉരച്ച് കഴിഞ്ഞാൽ ആ കുണ്ടുകൾ മാത്രം കമ്പിച്ചണ്ടി ഇട്ടുകാണ്ട് ഉരക്കും കേട്ടോ. എന്നിട്ട് കണ്ടോ ഓരോ ഭാഗം ഞാൻ നന്നാക്കൽ കേട്ടോ. ഈ ഭാഗം ഇങ്ങനെ ഒന്ന് നന്നാക്കി കാണിച്ചു തന്നുള്ളൂ. ബാക്കിയൊക്കെ പിന്നെ ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് കാണ്ട് ഞാനാണ് നന്നാക്കി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ പാടെ ലെങ്ത്ത് കൂടി ഞങ്ങൾക്ക് കാണാനൊരു ഗതികേടല്ലേ ആരം.
അപ്പോൾ ഇതാക്കണ് അയ്യേ വൃത്തിയില്ല എന്നൊന്നും പറയാൻ നിൽക്കണ്ട. അപ്പോൾ ഇങ്ങനെയൊക്കെ കാട്ടി കൂട്ടൽ തന്നെയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ കാക്കു അടിച്ചു വരുന്ന ബ്രഷാട്ടോ. അതുകൊണ്ട് ഒന്നും ഇങ്ങോട്ട് വെള്ളം ഇങ്ങോട്ട് നന്നായിട്ട് ഉരച്ചിക്കാണ്ട് ഒന്നും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചൂലുകൊണ്ട് അടിച്ചാലും ഞാൻ അത് നല്ലൊരു ഈറുമ്പല്ലൊരു സാധനമാണ് മുള്ളു പോലെ. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ഇങ്ങോട്ട് ഉരക്കുമ്പോഴേ ഒന്നുകൊണ്ട് വൃത്തിയാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞുകാണ്ട് ഞാൻ ഷെയ്മോളെ ഒരു നല്ലൊരു കോട്ടൻ്റെ കുപ്പായ ഉണ്ടായിന് അതിട്ട് കാണ്ട് ഒന്നും ഇങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കാമെന്ന് കരുതികാണ്ട് വെള്ളം പാരി തന്നെ ചെയ്യണം കേട്ടോ. വെള്ളം പാർന്ന് കാണ്ട് തന്നെ ഞാൻ വൃത്തിയാക്കൽ. മറ്റേ നമ്മളെ ഒബായപ്പണി നമ്മൾ സാധാരണ ടൈൽസും മാർബോണേറ്റോ ഒക്കെ ഇട്ട് അകത്ത് കാട്ടണ മാതിരി ഒന്നും പറ്റൂല. അപ്പം നല്ലോണം വൃത്തിയാക്കി തന്നെ വേണം. അപ്പം അതാക്കണം കേട്ടോ. ചൂലുകൊണ്ട് നല്ലോണം അടിച്ചു കാണ്ട് ഇങ്ങനെ കഴുകുകയാണ്. ആ റൂമിക്കൊന്നും കടത്താതെ വൃത്തിയിലെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആകെ പരന്ന് കഴിഞ്ഞാൽ ഗതികേടാരാ. അപ്പോൾ ബേബിയാളെയൊക്കെ ഉറക്കിക്കണ് ഭക്ഷണം കൊടുത്ത് ഇന്നിപ്പോൾ ഒന്നുകൊണ്ട് കുളിപ്പിച്ചു കേട്ടോ. 2 ദിവസമായി ഞാൻ കുളിപ്പിച്ചിട്ടില്ലായിരുന്നു ജലദോഷം പിടിച്ചിട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഉമ്മാക്കൊന്ന് വിളിച്ചു. ഉമ്മ ആങ്ങളുടെ അടുത്താണ് കേട്ടോ. എല്ലാവരും ചോദിച്ചിരുന്നു ആങ്ങളുടെ അടുത്തേക്ക് പോകൂലേ എന്നൊക്കെ. അപ്പം നാത്തൂനും ആങ്ങളെ അങ്ങോട്ട് കൊണ്ടേക്ക് അങ്ങോട്ട് ഞാൻ കൊടുന്നിട്ടില്ല. എന്താ വെച്ചാൽ കൊടുന്നാൽ പിന്നെ 4 ദിവസം കഴിഞ്ഞാൽ സ്റ്റിച്ച് വെട്ടാനൊക്കെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനൊക്കെ ഗതികേടല്ലേ. അപ്പം 3-4 ദിവസം അവിടെ നിൽക്കട്ടെ ആങ്ങളുടെ അടുത്ത് നിന്ന് കരുതികാണ്ടേ. അപ്പോൾ അവിടെയാണ് കേട്ടോ അമ്മ ഇൻഷാല്ലാ ഞാൻ പോകുമ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്തുകാണ്ട് വിടണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചിരുന്നു. അപ്പം നല്ല സുഖമുണ്ട്, ഇപ്പോൾ വേദനക്കൊക്കെ കമ്മിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതാക്കണ് പൂച്ചൻ്റെ ഉറക്കാണെന്ന് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയലില്ലേ. 2 ആളും ഉണന്നു കേട്ടോ. അപ്പോൾ ഓല നോക്കിക്കണ ഒരു പണി തന്നെയാണ്. ഷെയ്മോളോട് പറഞ്ഞ് ഞാൻ ഓല നോക്ക് ഞാൻ അതൊന്ന് വൃത്തിയാക്കട്ടെ. അപ്പം നമ്മളെ മിന്നൂസൊക്കെ കാട്ടണുണ്ടോ വെള്ളം കണ്ടിട്ട് കാട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഓള് ആ ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കുകയാണ്. ചെറിയൊരു വെയിലുണ്ട്. അപ്പോൾ തിരുമ്പി തോരട്ടൊക്കെ ഉണങ്ങിയ വേഗം കൊടുന്നിടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഈ റാക്കുമ്മൽ രാത്രി കിടക്കുമ്പോഴല്ല കേട്ടോ. ഏതായാലും ഫാനൊക്കെ വർക്ക് ചെയ്യിച്ചൂലേ. അപ്പോൾ കുഞ്ഞുകുട്ടികളെ റൂമിൽ ഇടലില്ല കേട്ടോ. ഓൾക്ക് പനി വരും എന്ന് കരുതിക്കാണ്ട്. മിന്നൂസൊക്കെ കാട്ടണ കണ്ടില്ലേ. മിന്നൂസൊക്കെ അങ്ങനെ കാട്ടും. പോലെ ഉറങ്ങിയിട്ട് ഈ പണി ചെയ്യാമെന്ന് കരുതിക്കാണ്ട് പെട്ടെന്ന് തീർക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ അടിയിൽ കൂടെ ഉണന്നു. അപ്പോൾ ഇതൊന്നും സമ്മതിക്കൂല. ഷെയ്മോളോട് ഞാൻ പറയേണ്ടത് ഈ ഇത്ത പണി ഞാൻ മുഴുവനാക്കട്ടെ ഷെയ്മോളെ കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓൾ അവിടെ മടക്കി വെക്കുക കേട്ടോ. മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ ചെറുതൊക്കെ ഉണങ്ങിയതൊക്കെ ഓൾ എടുത്ത് കൊണ്ടുവരികയാണ്. ഇവരെ ആ റൂമിൽ കൊണ്ടുപോയിടും ഞാൻ ഇച്ചുവിൻ്റെ അടുത്ത്. പിന്നെ ഇങ്ങോട്ട് തന്നെ ഓടി വരും കേട്ടോ. പിന്നെ ക്യാമറ ഇങ്ങനെ ഓണാക്കി വെച്ചല്ലേ. ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കാണ്ട് എടുക്കുമ്പോഴത്തേന് ഒരുപാട് നേരമാവും. ചിലപ്പോൾ കമൻറ്റ് ബോക്സ് ഓഫ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനൊന്നും വിഷയമല്ല. കളിയാക്കലും ഇതൊക്കെ ഇപ്പോൾ കുറേ ശീലമായിട്ടുണ്ട്. എന്നാലും വല്ലാത്ത കമൻറ്റും കളിയാക്കലൊക്കെ വരുമ്പോഴാണ് എനിക്ക് സങ്കടം. നിങ്ങളൊക്കെ പറയുന്നുണ്ട് റിഷ കരയേണ്ട എന്തിനാ കരയണെന്നൊക്കെ. അപ്പോൾ കുട്ടികളെ പറ്റി വല്ലാതെ അനാവശ്യം പറഞ്ഞപ്പോൾ കരഞ്ഞു എന്നുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കമൻറ്റ് പറയണ്ടില്ല. എല്ലാവരും നല്ലത് പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒരാൾ രസത്തിന് ചിരിക്കാൻ പറയണമായിരിക്കും. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പല്ലിൻ്റെ അല്ലേ. അപ്പോൾ പല്ലൊക്കെ കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അതൊക്കെ നന്നാക്കണം. ഞാൻ ഒരു വീഡിയോസിൽ പറഞ്ഞിരുന്നല്ലോ ഒരാൾ ചോദിച്ചിട്ട്. അപ്പോൾ 2-3 മുന്നത്തെ പല്ലുകളൊക്കെ എൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ നന്നാക്കണം എന്നുണ്ടെങ്കിൽ റൂട്ട് കനാലോ റൂട്ടില്ലാതെ കനാലോ ഒക്കെ ചെയ്യണം. അതിനൊക്കെ പാടെ 10-27,000 ഉറുപ്പ്യാണ് പറഞ്ഞത്. അപ്പോൾ 27,000 എന്ന് പറഞ്ഞപ്പോൾ കാക്കു എന്നോട് ചോദിച്ചു 27 ഉറുപ്പ്യല്ലല്ലോ 27,000 അല്ലേ. മെല്ലെ നീച്ചിട്ട് പോയി നാളെ വരാമെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തിട്ട് കണ്ട് പോന്നളാറ്. അന്ന് അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ആ വൈക്ക് ഞാൻ പോയിട്ടില്ല കേട്ടോ. എപ്പോഴും പള്ളി ഉണ്ടാവുമ്പോഴാണ് ഈ പല്ലുവേദനയും തലവേദനയൊക്കെ ഉണ്ടാകൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ അതാക്കണം കേട്ടോ. ഷെയ്മോളെ നല്ലൊരു കോട്ടൻ്റെ ബനിയനുണ്ടായിന് കീറുമാറാപ്പായ. അപ്പോൾ അതുകൊണ്ട് തുടച്ചിങ്ങോട്ട് എടുത്തുക കേട്ടോ. അപ്പോൾ ഒന്ന് ഉണങ്ങിക്കോളും. നമ്മളത് തുടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ബേബിയാളുണ്ടാവുമ്പോൾ തുടക്കാഞ്ഞാലേ അപ്പോൾ അവർ വഴിക്ക് വീഴൂലേ. അപ്പോൾ ഈ പണി കഴിഞ്ഞിട്ടോ ഇനി റൂമുകളൊക്കെ ഒന്ന് ആ മുണ്ടോണ്ട് ഞാൻ ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ഒക്കെ ആയി കാണട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കല്, ഷെയർ ചെയ്യാനും മറക്കല്. അസ്സലാമു അലൈക്കും.